വാഴക്കൂമ്പ് ഉപ്പേരിയാണ്. വാഴമാണിയെന്നും വാഴപ്പൂവെന്നും പറയും. അതല്ല, കോഴി പാട്ട് പാടി പറഞ്ഞു. നാളത്തെ വീഡിയോ കോഴീനാക്കാം. എല്ലാവർക്കും ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. വാഴമണിക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. കുട്ടികൾക്ക് തുടർച്ചയായി കൊടുത്തു കഴിഞ്ഞാല് വളർച്ച മാറും. നമ്മുടെ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയും. വാഴക്കൂമ്പ് കൊണ്ട് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കും. പ്രമേഹമുള്ളവർ കഴിക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ ചെറിയ കുട്ടികൾക്കും കൊടുക്കുന്നത് നല്ലതാണ്. അവർക്ക് ഉണ്ടാവുന്ന വളർച്ച മാറ്റിക്കിട്ടും. എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. പെട്ടെന്ന് പറയുമ്പോ കിട്ടണില്ല, അതുകൊണ്ടാണ്. ഇതുപോലെ നല്ല പോലെ ഇളക്കി കൊടുക്കണം, വെള്ളം ഒഴിച്ചിട്ട്. ഇതാണ്ടോ ഇതുപോലെ നാരുകൾ വരും, അത് ഇല്ലാതിരിക്കാൻ. വയറ്റിൽപ്പെട്ട ഒന്നും സംഭവിക്കൊന്നുമില്ല, ഇങ്ങനെ കളയും. കണ്ടോ, ഉണ്ണിത്തണ്ടിനൊക്കെ ഉണ്ടാവില്ലേ അതുപോലെ നാരുണ്ടാവും. നാരിതാണ്ടോ, കണ്ടില്ലേ? ഓ, എടുത്ത് കളയും. ആവശ്യമായ സാധനങ്ങൾ: അരിമുളകാണ് എടുത്തിരിക്കുന്നത്, 15ഓളം അരിമുളക്, അതിനുശേഷം 6 അല്ലി വെളുത്തുള്ളി, 1 നുള്ള് ജീരകം, വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാവുമ്പോൾ
കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ വെല്ലുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇടണം. കടുക് ഇട്ട് കഴിഞ്ഞിട്ട് വെല്ലുള്ളി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ അത് വാടി വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് വാഴക്കൂമ്പ് ഇട്ട് കൊടുക്കാം. അത് നന്നായി ഇളക്കി യോജിച്ചു കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ്. അടച്ച് വെച്ചിട്ട് വേകും. വാഴക്കൂമ്പ് തയ്യാറായിട്ടോ. എങ്ങനെയുണ്ട് ബിരിയാണി? നല്ല രസമുണ്ടോ? അച്ഛനെ ഇരിക്കാൻ പറ്റില്ലേ?